ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. ചൂസ് ദ റൈറ്റ് ഡ്രിങ്ക് ചലഞ്ച്. അപ്പം അതിനുവേണ്ടി നമുക്ക് 2 ഗസ്റ്റ് കൂടി ഉണ്ട്. എൻ്റെ ഫ്രണ്ട് യദു, ഞങ്ങൾ കൊളീഗ്സ് ആയിരുന്നു. ഇപ്പം ഞങ്ങള് ഫ്ലാറ്റ്മേറ്റ്സ് ആണ്. അപ്പം നമ്മള് കുറെ നാളായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ഇത് യദുവിന്റെ ഫാദറാണ് സദാനന്ദൻ അങ്കിളും ഇന്ന് നമ്മുടെ കൂടെ മത്സരിക്കാൻ വേണ്ടിയുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ ഈ ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ ഒരു 3 ഡ്രിങ്ക് ഇവിടെ വെക്കും. അപ്പം ആ ഡ്രിങ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 3 ഓരോ കളറിലുള്ള ടേപ്പ് നമ്മൾ ഈ ബോക്സിന്റെ താഴെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 പേർക്കും ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. അപ്പം അത് ചൂസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രിങ്ക് ആയിരിക്കും നമ്മൾ കുടിക്കാൻ പോകുന്നത്. ഇവിടെ സ്ട്രോ ഇട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഇതെന്താന്ന് കാണില്ല. അപ്പം ഇത് അറേഞ്ച് ചെയ്യുന്നത് അമ്മുവാണ്. അമ്മു അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നിൽക്കുമായിരിക്കും. അപ്പൊ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിലൊരു കളർ ചൂസ് ചെയ്യുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രിങ്ക് കുടിക്കുന്നു. അപ്പം അതിന്റെ അകത്ത് കുറെ ട്വിസ്റ്റുകൾ ഉണ്ടാവും, സർപ്രൈസ് ഉണ്ടാവും. ചിലപ്പോൾ അടിപൊളി ഡ്രിങ്ക് ആവും. ബാക്കി ഞാൻ പറയുന്നില്ല, നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗെയിം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെയുള്ള പുതിയ ചലഞ്ചസുമായിട്ട് നമ്മൾ വരുന്നതാണ്. സോ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഞങ്ങൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അമ്മു ഇനി വന്ന് ഡ്രിങ്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഞങ്ങള് നേരെ തിരിഞ്ഞു നിൽക്കും. ഓക്കെ, അപ്പം അമ്മു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നമുക്കൊരു 3 കാർഡ് ഉണ്ട്. അപ്പം നമ്മള് നെക്സ്റ്റ് റൗണ്ട് തൊട്ട് നമ്മൾ ഓരോ ഗെയിംസ് വെച്ചിട്ടായിരിക്കും ഈ കാർഡ് ആരാ ചൂസ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് ഗസ്റ്റ് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് സദാനന്ദൻ അങ്കിളും അത് കഴിഞ്ഞ് യദുവും ചൂസ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചൂസ് ചെയ്തോളാം. സോ അങ്കിൾ ഒരു കാർഡ് ചൂസ് ചെയ്തോളൂ. ഓക്കെ, സ്ക്രീൻ യദു. ഓക്കെ, പിങ്ക് ആൻഡ് ഐ ചൂസ് ഓറഞ്ച്. അപ്പം എങ്ങനെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഞങ്ങളിപ്പോ നിൽക്കേണ്ടത്? 3 പേരും കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അമ്മുനോട് ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ 3 പേര് കറക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. എങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. സോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പം 3 പേരും അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ സ്റ്റിൽ ഇവർക്ക് എന്താണ് കിട്ടിയതെന്നുള്ളത് ഈ ഗെയിം 3 പേര് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതാണ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തോളൂ. അതെ അതെ, പിന്നെ പറഞ്ഞാൽ മതി. എക്സ്പ്രഷൻ കണ്ട് നല്ലതാണോ അല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ഞാനത് അങ്കിള് ട്രൈ ചെയ്യാം. മനസ്സിലാവുമെന്ന് ഓർക്കുക. ക്യാമറയുടെ ബാക്കിൽ നിന്നുള്ള ഓക്കെ, ഞാൻ ഇനി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കിട്ടിയത് പെപ്സി ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അങ്കിളിൽ നിന്ന് കിട്ടിയത് കുടിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ യദുവിന് എന്താ കിട്ടിയെന്ന് തോന്നുന്നു? മഞ്ഞൾ വെള്ളം. ഓക്കെ, അങ്ങനെ യദു കണ്ടുപിടിച്ചു. ഇത്തവണ നമ്മുടെ ജാക്ക്പോട്ട് അടിച്ചത് യദുവിനാണ്. ആ 3 ഡ്രിങ്കില് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് കിട്ടിയത് നമ്മുടെ യദുവിനാണ്. അപ്പൊ യദുവിന്റെ ലക്ക് ഭയങ്കരമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, 3 പേരും തിരിഞ്ഞോളൂ. ഓക്കെ, തിരിഞ്ഞോളൂ. സോ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ സെക്കൻഡ് റൗണ്ടില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഗെയിം വെക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂൺ ആരാണോ ആദ്യം വീർപ്പിച്ച് പൊട്ടിങ്ങനെ ആ ആൾക്ക് ആദ്യത്തെ കളർ ചൂസ് ചെയ്യാൻ പറ്റും. സോ അവരുടെ ലക്ക് മാത്രമല്ല, ഫസ്റ്റ് നമ്മൾ ആ ഗെയിമിൽ വിൻ ചെയ്ത ആ ഒരു ഇതും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇത്തവണ ഏത് ഡ്രിങ്ക് നമ്മൾ റൈറ്റ് ഡ്രിങ്ക് ആണ് ചൂസ് ചെയ്ത് എല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബലൂൺ വീർപ്പിച്ച് ഫസ്റ്റ് പൊട്ടിക്കുന്ന ആരാന്ന് ചെക്ക് ചെയ്യാം. അപ്പം യദുവിനും
ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞ തവണത്തെ റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിന് തോന്നി നല്ല അടിപൊളി ഒരു അനുഭൂതിയാണ് പിന്നെ വേറെ ഈ മഞ്ഞളോളം കുടിക്കുന്നത് നല്ലതാണ് കാരണന്മാർ പറഞ്ഞേക്കാം. കാർന്നോർന്ന് ഉദ്ദേശിച്ച അങ്കിളിന്റെ തന്നെയാണോ? നിങ്ങൾ എങ്ങനെ പറയാറുണ്ടായിരുന്നു നിങ്ങള് മഞ്ഞളെല്ലാം കുടിക്കാൻ? എന്തായാലും എനിക്ക് കിട്ടിയത് എന്തായാലും ടേസ്റ്റ് കൊണ്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നല്ല ഡ്രിങ്ക് കുഴപ്പമുണ്ടായില്ല. എനിക്ക് എന്താണെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പൊ ഇത്തവണ നമുക്ക് ബലൂൺ വീർപ്പിച്ച് പൊട്ടിച്ച് നമ്മുടെ ചാൻസ് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഇത്തവണ ഫസ്റ്റ് അങ്കിളിന് ചൂസ് ചെയ്യാം. അങ്കിളാണ് ഫസ്റ്റ് പൊട്ടിച്ചത്. പച്ച തന്നെ. ഇത്തവണ ഒരു ചേഞ്ചിന് ഞാനൊന്ന് കളർ മാറ്റി എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്റെ സൈഡിലേക്ക് ഞാൻ പയ്യെ ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ നമ്മള് കളറിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഅറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇത്തവണ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ട്രൈ ചെയ്തേ. നല്ല ടേസ്റ്റ്. സോ കഴിഞ്ഞ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് എന്ത് ഡ്രിങ്ക് കിട്ടി? സോ ഇത് ഇന്നൊരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് എന്റെ തോന്നുന്നു. അത്ര ഭാഗ്യത്തിൽ നിൽക്കാണിത്. അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ടി. ഓക്കെ, എനിക്ക് കിട്ടിയത് 7 ആണെന്ന് തോന്നുന്നു. അപ്പം എന്താണേലും യദുവിന്റെ ഭാഗ്യം നമുക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ല ഭാഗ്യമാണ് ഇത്, അല്ലെ ഇത്? അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോയാലോ? അടുത്ത റൗണ്ട് കറക്റ്റ് ആയിട്ട് ഇത് ചൂസ് ചെയ്യണം കേട്ടോ. ഇതുവരെ നമുക്ക് ചൂസ് ദ റൈറ്റ് ഡ്രിങ്ക് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഡ്രിങ്ക് ചലഞ്ചിലേക്ക് എടുത്തേക്കുന്നത് ഇത് മാത്രമാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിൽ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. ഞങ്ങളിപ്പോ കറന്റ് ചെയ്തിരിക്കാം. സെറ്റായിട്ടുണ്ട്, തിരിഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തേർഡ് റൗണ്ടിലേക്ക് പോവാണ്. ഇത്തവണ തേർഡ് റൗണ്ടില് ലാസ്റ്റ് റൗണ്ടില് യദുവിന് ലാസ്റ്റ് ബലൂൺ പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട്, യദുവിന്റെ ലക്കിന്റെ പ്രശ്നമല്ല, യദുവിന് ചൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കഴിഞ്ഞ തവണ വേഴ്സ്റ്റ് ഡ്രിങ്ക് കിട്ടിയെന്നാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഇത്തവണ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇത്തവണ യദു ചൂസ് ചെയ്യട്ടെ. ഇത്തവണ നമ്മൾ ഗെയിം വെക്കുന്നില്ല, യദുവിന് നമ്മൾ ഫസ്റ്റ് ചാൻസ് കൊടുക്കുവാണ്. സോ യദു യു ക്യാൻ ചൂസ്. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഗ്രീൻ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് കളറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്തവണ റീഅറേഞ്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഇത്തവണ യദു സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. യദു ഇത്തവണ എങ്ങനെ? സെറ്റാണ്. സന്തോഷമൊക്കെ എന്താ പറയുക? സോ ഇത്തവണ കുറച്ചുകൂടെ ക്ഷീണം പറയാം. ഓക്കെ ഹാപ്പി അല്ലേ? അപ്പം യദു ഹാപ്പി ആയ സ്ഥിതിക്ക് ഇത്തവണ നമ്മൾ ഒരാൾക്കാണ് പെടും. അത് ആരാണ് നമുക്ക് നോക്കാം. ഓക്കെ, ആര് ജസ്റ്റ് ട്രൈ. മനസ്സിലായില്ല. നല്ല നല്ലതാണ്. പറയാല്ലേ, അത് പാവയ്ക്കാന്ന് തോന്നുന്നു.
അത് എന്ത് ഡ്രിങ്ക് ആണെന്ന് നമുക്ക് അമ്മുവിനോട് ചോദിക്കാം. അമ്മു അത് എന്ത് ഡ്രിങ്ക് ആയിരുന്നു? അങ്കിള് കുടിച്ചത് പുളിവെള്ളമാണ്. സോ അങ്കിളിന് കിട്ടിയത് പുളിവെള്ളമാണ്. എനിക്കും സംതിങ് വിയേർഡ് ആണെന്ന് തോന്നുന്നു. ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആണ് എനിക്ക് വന്നത്. അത് വെളുത്തുള്ളി വെള്ളമായിരുന്നു. അതെ, ഈ റൗണ്ടിൽ ഞാൻ 2 വീട് വെച്ചായിരുന്നു. ഓക്കെ, സോ ഇത്തവണ യദുവിന് മാത്രമാണ് ബെസ്റ്റ് ഡ്രിങ്ക് കിട്ടിയത്. അപ്പം എങ്ങനെ പോയാലും യദുവാണ് ഉള്ളതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ, റെഡി ഗോ. യെസ്, അപ്പൊ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കാൻ പോകണം. ഫൈനൽ റൗണ്ടിൽ നമ്മൾ ഒരു ഗെയിം വെച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഗെയിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റിയില് ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഫസ്റ്റ് അത് ആരാണ് വായിലേക്ക് കറക്റ്റ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് എടുക്കുന്നയാള് ഫസ്റ്റ് കളർ ചൂസ് ചെയ്യും. അങ്ങനെ ആ ഒരു ഓർഡർ പോകും. ഈ ഒരുപക്ഷെ 3 പേരുടെയും തലയിൽ ഈ സാധനം താഴേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും അവസാനം വരെ ഫേസിൽ ഈ ബിസ്ക്കറ്റ് ഉണ്ടാകുന്ന ആരാണോ ആ ആള് ചെയ്യും. അങ്ങനെയാണ് ഈ ഗെയിമിന്റെ റൂള് വരുന്നത്. റൂള് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അവിടെ ഓക്കെ ആണല്ലോ? ബിസ്ക്കറ്റ് കഴിക്കൂല്ലേ? ഓക്കെ. ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. എനിക്ക് കണ്ണാടി വെച്ച് ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റില്ല. കണ്ണാടി മാറ്റാം. അപ്പം എന്നാ നെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പോയാ എന്നെ പോയി. പോയോന്ന്. സോ ഇത്തവണ അത് കഴിക്കുന്നത് കഴിച്ചോ. സോ ഈ ഗെയിമില് ജയിച്ചിരിക്കുന്ന അങ്കിളാണ്. ബിക്കോസ് അങ്കിളിന്റെ ഫേസിൽ നിന്നാണ് ലാസ്റ്റ് അത് പോയത്. സെക്കൻഡ് ഞാൻ ആൻഡ് തേർഡ് യദുവാണ് കളർ ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ അങ്കിളിന് ഫസ്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ഓ ശരിയാണ്. അപ്പം ഗെയിമില് വിജയിച്ചതനുസരിച്ച് നമ്മൾ കളർ ചൂസ് ചെയ്തു. ആ കളറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോ എന്താ ഇവിടെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ഒരു ചേഞ്ചിന് ഞാൻ സെൻട്രലിൽ നിന്ന് കുറിച്ച് തുടങ്ങാം. അത് കഴിയുമ്പോൾ എന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അങ്കിൾ പിന്നെ ചെയ്തു. അങ്ങനെ നമുക്ക് ഇത്തവണ ഫൈനൽ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് പിടിക്കും. സോ ഫ്രണ്ട്സ്, ഇത്തവണ ചെറിയൊരു പണി കിട്ടി. എനിക്ക് കിട്ടിയത് ഉപ്പുവെള്ളമായിരുന്നു. പക്ഷെ എനിക്ക് ചെറിയൊരു പ്രശ്നം കൂടെ പറ്റി. ഞാൻ വലിച്ചപ്പം താഴെ അടിഞ്ഞ് ഉപ്പായിരുന്നു വായിലേക്ക് വന്ന. അത് കുറച്ചേ കുടിക്കാൻ പറ്റുള്ളൂ. ബാക്കി എനിക്ക് കളയേണ്ടി വന്നു. അത് ഫുള്ള് കുടിച്ചായിരുന്നെങ്കിൽ ഫുള്ള് സീനാണ്. സോ ഇനി നമുക്ക് യദുവിന് തന്നെ കിട്ടിയെന്ന് ചോദിക്കാം. എനിക്കെന്തോ മാംഗോ ഡ്രിങ്ക് ആണ്. മാംഗോ. ഓക്കെ, സോ അമ്മു പറഞ്ഞത് ആർട്ടിഫിസ് ആയിരുന്നു എന്ന് പറഞ്ഞു. സോ യദുവിന് കിട്ടിയത് ആർട്ടിഫിസ് ആണ്. എനിക്ക് ചോക്ലേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തോ ഓ, ചോക്ലേറ്റ് ഷേക്ക് ആണ് കിട്ടിയത്. അപ്പം ഇവർക്ക് 2 പേർക്കുമാണ് ലാസ്റ്റ് റൗണ്ടിൽ നല്ല ഐറ്റം കിട്ടിയത്. അപ്പം ഈ ഗെയിം ഫുൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും യദുവിന് എത്ര കിട്ടി? എനിക്കും 2 കിട്ടി. സോ ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ അങ്കിളാണ്. അപ്പം എനിക്ക് യദുവിനും കോമൺ ആയിട്ട് ഞങ്ങൾക്ക് 2 ബിയർഡ്രിങ്കാണ് കിട്ടിയത്. സോ നമ്മൾ ഈ ഗെയിമിൽ തോറ്റു പോയിരിക്കുകയാണ് ഗൈസ്. ഇതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഇടയ്ക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പൊ പുതിയ കണ്ടന്റുകളും സാധനങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഈ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഒന്നിച്ചൊരു ബൈ കൊടുക്കാം. റെഡി? 1 2 3